Hi students, welcome to ASF Academy. I am Femin. Today we discuss about difference between hire purchase and installment. Financial accounting theory portion വളരെ chances കൂടുതലുള്ള ഒരു ഏരിയ ആണ് ഹയർ പർച്ചേസസും ഇൻസ്റ്റാൾമെന്റും തമ്മിലുള്ള ഡിഫറൻസ്. അതേപോലെ ഹയർ പർച്ചേസസും സെയിലും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഡിഫറൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് ജസ്റ്റ് എന്താണ് ഹയർ പർച്ചേസ് എന്നും എന്താണ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് സിസ്റ്റം എന്നും നോക്കാം. ഹയർ പർച്ചേസ് എന്ന് പറയുന്ന ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന ഒക്കെ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം ആണ്, അല്ലെ ഫിനാൻസിങ് സിസ്റ്റം ആണ്. പക്ഷെ ഹയർ പർച്ചേസ് എന്ന് പറയുന്നത് ബയ്യറും സെല്ലറും ഉണ്ടാവും, ഒരു ഗുഡ്സിന്റെ ട്രാൻസാക്ഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഒരു എഗ്രിമെന്റ് ഉണ്ടാവും, ഹയറും ആരാണോ ബയ്യറും സെല്ലറും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. സെല്ല് ചെയ്യുന്ന ആളെ നമ്മൾ ഹയർ വെണ്ടർ എന്നും പർച്ചേസ് ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ബയ്യറിനെ ഹയറർ എന്നും എന്നാണ് ഇതിൽ വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. പർച്ചേസ് ചെയ്ത ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ആർക്ക്, സോറി പർച്ചേസ് ചെയ്ത ഗുഡ്സ് അല്ല, ബയ്യർക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്സ് ട്രാൻസ്ഫർ ആവുന്നുണ്ട് വിത്ത് ദ കണ്ടീഷൻ ഓഫ് സം കണ്ടീഷൻസിന്റെ ബേസിസിൽ. എന്താണ് ആ കണ്ടീഷൻസ്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പേയ്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻ ഇൻസ്റ്റാൾമെന്റ്. പേയ്മെന്റ് മെയ്ഡ് വിൽ ബി മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബയ്യർക്ക് പൊസിഷൻ മാത്രമാണ്, ആ ഗുഡ്സിന്റെ പൊസിഷൻ മാത്രമേ കിട്ടുള്ളൂ, ഓണർഷിപ്പ് കിട്ടില്ല. ഓണർഷിപ്പ് കിട്ടും ഇമ്മീഡിയറ്റ്ലി പൊസിഷൻ കിട്ടും, ഓണർഷിപ്പ് ടിൽ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തതിന് ശേഷം മാത്രമേ ആഫ്റ്റർ ദാറ്റ് ദ ബയ്യർ വിൽ ഗെറ്റ് ദ ഓണർഷിപ്പ്. ഓക്കെ, അതേപോലെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പേയ്മെന്റ് നടത്തും. ആ സ്പോട്ട് പേയ്മെന്റിനെ പറയുന്നതാണ് ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ലൈക്ക് എ ഡെപ്പോസിറ്റ്, ഒരു ഡെപ്പോസിറ്റ് പോലെയാണ്, അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നത് സെല്ലർ പേയ്മെന്റ് നടത്തി, അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ബയ്യർ പേ ചെയ്യാന്ന് പറഞ്ഞ എമൗണ്ട് പേ ചെയ്യാൻ. ഓരോ ഇൻസ്റ്റാൾമെന്റിലും പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടി കൂടിയതാണ് ഓരോ ഇൻസ്റ്റാൾമെന്റ് പറയുന്നത്. ഈ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ഹയർ ചാർജസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കാരണം നമ്മളുടെ ഏതെങ്കിലും സ്റ്റേജിൽ വെച്ചിട്ട് അവർ ഇൻസ്റ്റാൾമെന്റ് ഡീഫോൾട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലർക്ക് അല്ലെ നമ്മളെ ഹയർ വെണ്ടർക്ക് ഇത് റീപൊസിഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഹയർ പർച്ചേസസ് എന്ന് പറഞ്ഞാൽ. അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് ഫിനാൻസിങ് പർച്ചേസ് പ്രൈസ് ഈസ് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ്, ഓണർഷിപ്പ് ഓഫ് ദ അസറ്റ് ഈസ് ട്രാൻസ്ഫർ ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ചെയ്യുന്ന വരെ ഓണർഷിപ്പ് പാസ് ആവില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹയർ പർച്ചേസിന്റെ ഒരു പോയിന്റ് ആണ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അത്രയും ടൈം നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ഓരോ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോൾ അതിൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് ഉണ്ടാവും. ഇനി മീനിങ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്. ഇൻസ്റ്റാൾമെന്റ് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു ഇതേപോലെ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. ആ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഓണർഷിപ്പ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നെ പേ ചെയ്യണേ. ഈ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിൽ വരുമ്പോൾ ഉള്ള പ്രത്യേകത അല്ലെങ്കിൽ ഹയർ പർച്ചേസിൽ നിന്നുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊസിഷനും ഓണർഷിപ്പും നമുക്ക് കിട്ടും. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് ബയർ ഗെറ്റ് ബോത്ത് പൊസിഷൻ. ഹയർ പർച്ചേസിൽ നമുക്ക് പൊസിഷൻ മാത്രമാണ് കിട്ടിയത്. ഇവിടെ ബോത്ത് പൊസിഷൻ ആൻഡ് ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ്. ആ എഗ്രിമെന്റ് നടക്കുന്ന ടൈമിൽ തന്നെ, എഗ്രിമെന്റ് കഴിഞ്ഞ് ഗുഡ്സ് ട്രാൻസ്ഫർ ആവുന്ന ആ ടൈമിൽ തന്നെ പൊസിഷനോ ഓണർഷിപ്പും കിട്ടും. ഓക്കെ, മറ്റോടത്ത് നമുക്ക് ആ പൊസിഷൻ മാത്രം കിട്ടിയെന്ന് ഓണർഷിപ്പ് കിട്ടിയിട്ടുണ്ടായില്ല, ട്രാൻസ്ഫർ ആവുന്ന ഈ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുക ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോൾ മാത്രം. ഇറ്റ് ലൈക്ക് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു ക്രെഡിറ്റ് സെയിൽ പോലെയാണ് ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ബയ്യർക്ക് നമ്മൾ അവിടെ പറഞ്ഞ ബയ്യർ ഡീഫാൾട്ട് ചെയ്ത ഇൻസ്റ്റാൾമെന്റ് ഡീഫാൾട്ട് ചെയ്ത ഹയർ പർച്ചേസിൽ റീപൊസിഷൻ ചെയ്യുക ഹയർ വെണ്ടർക്ക്. ഇവിടെ ബയ്യർ ഡീഫാൾട്ട് ചെയ്ത അല്ലെ ഫെയിലിയർ ആയ ഇൻസ്റ്റാൾമെന്റ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ സെല്ലർക്ക് ആ ഗുഡ്സ് ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല. പകരം ഒരു സ്യൂ ചെയ്യാം, കോർട്ടിൽ ഈ ഒരു ബയ്യർക്കെതിരെ കേസ് കൊടുക്കാൻ മാത്രം, സ്യൂ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് സിസ്റ്റം നമുക്ക് ഡെഫേർഡ് പേയ്മെന്റ് സിസ്റ്റം എന്നും പറയാം. ഇറ്റ് ഓൾസോ കോൾഡ് ഡെഫേർഡ് പേയ്മെന്റ് സിസ്റ്റം. ഇത്രയാണ് മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂവ് ഓൺ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് നോക്കാം.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെ കുറച്ചേ തിയറി പാർട്ടേ ഉള്ളൂ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ 30% ഉള്ളൂ. അതിൽ നോർമലി റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റ്. ഫസ്റ്റ് പോയിന്റ്, ആൻ എഗ്രിമെന്റ് ഓഫ് ഹയറിംഗ്. ഹയർ പർച്ചേസ് എന്ന് പറയുന്നത് ഹയറിംഗിനുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ആ പ്ലേസിലെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ഒരു സെയിൽ എഗ്രിമെന്റ് ആണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഹയർ പർച്ചേസിൽ രണ്ട് പാർട്ടീസ് ഉണ്ടാവും, ബയറിനെ സെല്ലറും ഉണ്ടാവും. നമ്മൾ സെല്ലറിനെ ഹയർ വെൻഡർ എന്നും ബയറിനെ ഹയർ പർച്ചേസർ എന്നുമാണ് വിളിക്കുന്നത്. പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ആ ഹയർ വെൻഡർ ആൻഡ് ഹയർ പർച്ചേസർ. ആ പ്ലേസിൽ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ആ ബയർ ആൻഡ് സെല്ലർ ആണ് ഇൻസ്റ്റാൾമെന്റ്. കാരണം എന്താ, ക്രെഡിറ്റ് സെയിൽ ആണ്, അത് സെയിൽ തന്നെയാണ്, സെയിൽ എഗ്രിമെന്റ് അല്ലേ, അവിടെ ബയർ എന്നും സെല്ലർ എന്നുമാണ് നമ്മൾ പറയുന്നത്. തേർഡ് പോയിന്റ്, ബയർ ഗെറ്റ്സ് ഓൺലി പൊസിഷൻ ഓഫ് ഗുഡ്സ്. നമുക്ക് പൊസിഷൻ മാത്രമേ കിട്ടുള്ളൂ, ഇമ്മീഡിയറ്റ്ലി പേയ്മെന്റ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. പൊസിഷൻ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത് ഗ്രൗണ്ട് പേയ്മെന്റ് നടത്തി ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പൊസിഷൻ മാത്രമാണ്, ഇമ്മീഡിയറ്റ്ലി പൊസിഷൻ മാത്രമേ കിട്ടുള്ളൂ. ഓണർഷിപ്പ് ലാസ്റ്റ് പേയ്മെന്റ് നടത്തി ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓണർഷിപ്പ് കിട്ടുക. ആ സ്ഥാനത്ത് ഇൻസ്റ്റാൾമെന്റ് ആവുമ്പോൾ ബയർ ഗെറ്റ് ബോത്ത് പൊസിഷൻ ആൻഡ് ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ഓൺ ഡിഫാൾട്ട് ഓഫ് പേയ്മെന്റ് ഓഫ് എനി ഇൻസ്റ്റാൾമെന്റ് ബൈ ദ ബയർ സെല്ലർ ക്യാൻ റീപോസ് ദ ഗുഡ്സ്. ആ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് ബയർ ഡീഫാൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലർക്ക് ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ അല്ലെങ്കിൽ റീപ്രോസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ആ സ്ഥാനത്ത് ഇൻസ്റ്റാൾമെന്റ് കേസിൽ സെല്ലർ കനോട്ട് റീപ്രോസസ് ദ ഗുഡ്സ്, ഹി ക്യാൻ ഓൺലി സ്യൂ ഇൻ ദ കോർട്ട്. ഓക്കെ, അങ്ങനെ ഡീഫാൾട്ട് നടത്തി കഴിഞ്ഞാൽ, കാരണം അവിടെ ഓണർഷിപ്പും കൂടി പാസ്സായി, മറ്റേടത്ത് ഹയർ പർച്ചേസിൽ നമ്മൾ പൊസിഷൻ മാത്രം ആയതുകൊണ്ടാണ് ഡീഫാൾട്ട് നടത്തുമ്പോൾ റീപ്രോസസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഓണർഷിപ്പും കൂടി പാസ്സായത് കൊണ്ട് സെല്ലർക്ക് റീപ്രോസസ് ചെയ്യാൻ പറ്റില്ല, പകരം കോർട്ടിൽ ഒരു സ്യൂ കൊടുക്കാനേ പറ്റുള്ളൂ, ഓൺലി സ്യൂ ഇൻ ദ കോർട്ട്. ഫിഫ്ത്ത് പോയിന്റ്, ദ ഗുഡ്സ് സോൾഡ് ക്യാൻ ബി റിട്ടേൺ ബൈ ദ ബയർ. ബയർക്ക് റിട്ടേൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Fifth point, in the case of installment, goods cannot be returned in the buyer. ബയർക്ക് റിട്ടേൺ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. കാരണം എന്താണ്, അവിടെ ഓണർഷിപ്പും പൊസിഷനും പാസ്സായിട്ടുണ്ട്. ഇവിടെ ഓണർഷിപ്പ് പോവാത്തത് കൊണ്ടാണ് അവർക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ്, ദ ബയർ cannot sell, destroy or transfer the goods. ബയർക്ക് സെല് ചെയ്യാനോ ഗുഡ്സ് സെല് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ട്രാൻസ്ഫർ ചെയ്യാനൊന്നും ഡിസ്ട്രോയ് ചെയ്യാനൊന്നും ആ ഗുഡ്സിനെ പറ്റില്ല. കാരണം അതിന്റെ ഓണർഷിപ്പ് അവിടെയാണ് കിടക്കുന്നത്, സെല്ലറുടെ പേരിൽ തന്നെയാണ് കിടക്കുന്നത്. ആഫ്റ്റർ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഓണർഷിപ്പും കൂടി പാസ്സാവുക. ആ സ്ഥാനത്ത് ഇൻസ്റ്റാൾമെന്റ് കേസിൽ ബയർ ക്യാൻ സെൽ, ഡിസ്ട്രോയ് ഓർ ട്രാൻസ്ഫർ ദ ഗുഡ്സ്. കാരണം അവിടെ ഓണർഷിപ്പും കൂടി ആ ബയറുടെ കയ്യിലാണ് ഉള്ളത്. ഓക്കെ, സെവൻത് പോയത്, ഇൻ കേസ് ഓഫ് ഡിഫാൾട്ട് ഇൻ പേയ്മെന്റ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്, paid installment will be forfeited and treated as higher charges. ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഡിഫാൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ, അത്രയും കാലം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 ഇൻസ്റ്റാൾമെന്റ് ആണ് ഉള്ളത്, 7 ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്ത് 8 ഇൻസ്റ്റാൾമെന്റും 9th ഇൻസ്റ്റാൾമെന്റും ഒന്നും ബയർ പേ ചെയ്തില്ല വെക്കോ. അങ്ങനെ വരികയാണെങ്കിൽ 7th ഇൻസ്റ്റാൾമെന്റ് വരെ പേ ചെയ്തിട്ടില്ലേ, അത്രയും എമൗണ്ട് പെയ്ഡ് ഇൻസ്റ്റാൾമെന്റ് എന്ത് നമുക്ക് ഫോർഫീറ്റ് ചെയ്തിട്ട് അത്രയും എമൗണ്ട് നമുക്ക് ഹയർ ചാർജസ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അത് ഹയർ ചാർജസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക ഫോർഫീറ്റ് ചെയ്തിട്ട്. എന്നാൽ ആ ഒരു മെത്തേഡ് അത് ഇൻസ്റ്റാൾമെന്റിൽ നടക്കില്ല. ദ ആക്ട് ഓഫ് ഫോർഫീറ്റർ cannot be active. ഓക്കെ, അവിടെ അടച്ച എമൗണ്ട് ഫോർഫീറ്റ് ചെയ്ത് ഹയർ ചാർജസ് ആയി ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇൻസ്റ്റാൾമെന്റിൽ ഇല്ല. ഓക്കെ, എയ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ് ഈസ് റിലേറ്റീവ്ലി ലെസ്. ബാഡ് ഡെപ്റ്റ് കുറവാണ്. കാരണം എന്തെങ്കിലും ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തില്ലെങ്കിൽ അതിനുള്ള ഒരു ബെനിഫിറ്റ് എന്താണ്, പേ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പെയ്ഡ് ഇൻസ്റ്റാൾമെന്റ് ഫോർഫീറ്റ് ചെയ്ത ഹയർ ചാർജസ് ആക്കുക. അപ്പോൾ ബാഡ് ഡെപ്റ്റ് പറയുന്നത് റിലേറ്റീവ്ലി ലെസ് ആണ്. എന്നാൽ ആ ഒരു റിസ്ക് എവിടെ ഉണ്ട്, ഇൻസ്റ്റാൾമെന്റ് കേസിലുണ്ട്. റിസ്ക് ഓഫ് ബാഡ് ഡെപ്റ്റ് ഈസ് റിലേറ്റീവ്ലി മോർ. കാരണം നമുക്ക് അവർ പേ ചെയ്തില്ലെങ്കിൽ കോർട്ടിൽ സ്യൂ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ബയർ ഈസ് ലൈക്ക് എ ബെയിലി. ബെയിലിയുടെ ഒരു ഫീച്ചർ ആണ് ഇവിടെ ബയറിന് വരുന്നത്. എന്നാൽ ഇൻസ്റ്റാൾമെന്റ് കേസിൽ ബയർ ഈസ് നോട്ട് എ ലൈക്ക് എ ബെയിലി. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്
Monthly payment is treated as higher charges. Monthly payment is termed as installment. അതായത് ഇവിടെ ഓരോ monthly payment ആയ installment amount ൽ principal plus interest വരുന്നുണ്ട്. ആ ഒരു amount higher charges ആയിട്ടാണ് കണക്കാക്കുക till the last payment വരെ അങ്ങനെയാണ് കണക്കാക്കുക. കാരണം അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും default നടത്തി കഴിഞ്ഞാൽ അവർ forfeit ചെയ്യും. അത്രയും കാലത്തെ amount higher charges ആയിട്ട് treat ചെയ്യുന്ന already പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ higher charges ആയിട്ടാണ് ആ ടേമിനെ നമ്മൾ monthly payment നെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ monthly payment നെ ടേം ചെയ്യുന്നത് installment ആയിട്ടാണ്. ഓക്കെ, ഇത്രയാണ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.